പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ തെറ്റാണ്. അങ്ങനെ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരെ എനിക്ക് പേഴ്സണലി കാണാൻ ഇഷ്ടമല്ല. നമുക്ക് ചില കുറവുകളോട് കൂടിയിട്ടുള്ള മനുഷ്യരല്ലേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസൊക്കെ നമ്മളെ ബാധിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് അത്തരം കണ്ടന്റുകളല്ലേ പറയുന്നത്. നമ്മൾ അതും ഉൾക്കൊണ്ട് ഇതും വരും എന്ന് ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്നെ പേഴ്സണലി അത് ബാധിച്ചിട്ടില്ല. എനിക്ക് ജീവിതത്തിൽ വിഷമിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന മനുഷ്യരോടൊക്കെ പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, ലൈഫ് ഇന്നും നാളെയോ മറ്റന്നാളോ അല്ല, ലൈഫ് ഇങ്ങനെ കിടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതം തകർന്നു, 2 ജീവിതം തകർന്നു, 3 ജീവിതം തകർന്നു എന്നുള്ളതല്ല. ലൈഫ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നീറ്റിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ PC തോമസിൻ്റെ അടുത്ത് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ BDS ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. കംപ്ലീറ്റ് ചെയ്തില്ല. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയണ പോലെയൊക്കെ എൻ്റെ വീട്ടിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് ഡോക്ടർ ആവുക എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ പ്രഷർ ഉണ്ടല്ലോ, അതായത് ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ വഴിയില്ല, ഡിഗ്രി എടുക്കല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ മാർക്ക് എന്ന് പറയുന്നത് പോയിന്റ് ഡെസിമലിലൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ തന്നെ കാറ്റഗറിയിൽ SC ST OBC എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ മാനസികമായിട്ടുള്ള പ്രഷർ ചെറുതല്ല. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും വിജയിക്കാം. ഞാനും വിഷ്ണു ഒക്കെ എവിടെ ഇരിക്കുന്നത് സ്കില്ല് കൊണ്ടാണ് അല്ലേ. കോടികളും ലക്ഷങ്ങളും ഒക്കെ വാങ്ങുന്ന യൂട്യൂബേഴ്സ് നോക്കിയത് അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ലിവ് അറ്റ് ദ മൊമെൻറ്റ്. നിങ്ങൾ ഈ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറും.